നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ നില മെച്ചപ്പെടുത്തി എൻ.ഡി.എ. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 11 ഇടങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കാൻ എൻ.ഡി.എക്കായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമഫലം പുറത്തുവന്നപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 11 മണ്ഡലങ്ങളിലാണ് എൻ.ഡി.എ 2021 വോട്ട് നില മെച്ചപ്പെടുത്തിയത്. കടുത്ത മത്സരം നടന്ന കോഴിക്കോട് നോർത്ത്, സൗത്ത്, കുന്നമംഗലം, ബേപ്പൂർ, എലത്തൂർ, കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ 20,000-ലേറെ വോട്ട് നേടാൻ കഴിഞ്ഞു. ഇതിൽ സൗത്ത്, നോർത്ത്, കുന്നമംഗലം, എലത്തൂർ മണ്ഡലങ്ങളിൽ വോട്ട് 30,000-ലധികമായി ഉയർന്നിട്ടുണ്ട്. നോർത്തിൽ മത്സരിച്ച നവ്യ ഹരിദാസ് 39,899 വോട്ടുകളോടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മാറി. കഴിഞ്ഞ തവണ ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് മത്സരിച്ചപ്പോൾ 30,952 വോട്ടുകളാണ് ഇവിടെ ലഭിച്ചിരുന്നത്. ഇക്കുറി 8,947 വോട്ടിൻ്റെ വർധനവ്. ജില്ലയിൽ കൂടുതൽ വോട്ട് വർദ്ധിപ്പിക്കാനായ എൻ.ഡി.എ സ്ഥാനാർത്ഥിയും കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ നവ്യയാണ്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയാണ് നവ്യ. മറ്റൊരു കൗൺസിലർ കോഴിക്കോട് സൗത്തിൽ മത്സരിച്ച ടി രനീഷിന് 7,590 വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. 24,873 വോട്ടിൽ നിന്ന് 32,463 രനീഷ് ഉയർത്തിയത്. ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് 3 താമര വിരിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രനീഷ് ആദ്യ റൗണ്ടിൽ 400 വോട്ടുകളുടെ ലീഡ് നേടിയത് പാർട്ടി അണികളിൽ ചെറിയ ആവേശവും ഉയർത്തിയിരുന്നു. അത് പക്ഷേ അടുത്ത റൗണ്ടുകളിലെ വോട്ടെണ്ണലിൽ പ്രതിഫലിച്ചില്ല. ബി.ജെ.പി റൂറൽ ജില്ലാ പ്രസിഡന്റ് ടി ദേവദാസ് മത്സരിച്ച എലത്തൂരിലും എൻ.ഡി.എ ഘടകകക്ഷിയായ 2020 സ്ഥാനാർത്ഥി സണ്ണി തോമസ് മത്സരിച്ച തിരുവമ്പാടിയിലും മാത്രമാണ് വോട്ട് കുറഞ്ഞത്. സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ.പി. പ്രകാശ് ബാബു മത്സരിച്ച ബേപ്പൂരിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 276 വോട്ടാണ് കൂടുതൽ നേടിയത്. ബി.ജെ.പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി.ആർ. പ്രഫുൽ കൃഷ്ണന് കൊയിലാണ്ടിയിൽ 23,545 വോട്ട് നേടാനായി. മുൻപ് എൻ.പി. രാധാകൃഷ്ണൻ 17,555 വോട്ടായിരുന്നു ഇവിടെ നേടിയിരുന്നത്. 5,990 വോട്ടുകൾ വർദ്ധിച്ചു. കോഴിക്കോട് മേഖലാ പ്രഭാരി വി.കെ. സജീവൻ മത്സരിച്ച കുന്നമംഗലത്ത് 27,862 വോട്ടിൽ നിന്ന് 34,435 വോട്ടുകളിലേക്ക് എൻ.ഡി.എ വളർന്നു. 6,575 വോട്ടിൻ്റെ വർധനവ്. 2021 വി.കെ. സജീവൻ ഇവിടെ മത്സരിച്ചപ്പോൾ അതിന് മുൻപത്തേക്കാൾ വോട്ട് കുറയുകയായിരുന്നു. ഇക്കുറി ആ ക്ഷീണവും മാറി. ജില്ലയിൽ എല്ലായിടത്തും എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ 3-ാം സ്ഥാനത്താണെങ്കിലും ചില മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാനായി എന്നത് നേട്ടമാണ്. എന്നാൽ പാർട്ടി വോട്ടുകൾക്കപ്പുറം വൻതോതിൽ വോട്ടുകൾ മുന്നണിക്ക് നേടാനാവുന്നില്ലെന്നത് പരിമിതിയാണ്. ബി.ഡി.ജെ.എസ് മത്സരിച്ച കൊടുവള്ളിയിൽ ഗിരിപാമ്പനാൽ 334 വോട്ടാണ് വർദ്ധിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.